ഹായ്, മിസ്റ്റർ ആൻഡ് മിസ്സസ് അയ്യർ ഷോയിലേക്ക് ഏവർക്ക് സ്വാഗതം. സ്വാഗതം. ഞാൻ RJ ഹരിചന്ദ്രമഠം. ഞാൻ RJ ലക്ഷ്മി. അപ്പോൾ ഇന്നത്തെ കാലഘട്ടത്തിൽ ഏറ്റവും റിലവന്റ് ആയിട്ടുള്ള ഒരു വിഷയമാണെന്ന് നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്നത് മനുഷ്യരുടെ ലോകത്ത് ഈശ്വരന്റെ സ്ഥാനം എന്നതിനെ കുറിച്ചാണ് നമ്മളിന്ന് ചർച്ച ചെയ്യുന്നത്. അപ്പൊ കവി പാടിയിട്ടുള്ളത് എന്താണ്? മനുഷ്യൻ മതങ്ങളെ സൃഷ്ടിച്ചു, മതങ്ങൾ ദൈവങ്ങളെ സൃഷ്ടിച്ചു, മനുഷ്യനും മതങ്ങളും ദൈവങ്ങളും ചേർന്ന് മണ്ണ് പങ്കുവച്ചു, മനസ്സ് പങ്കുവച്ചു എന്നൊക്കെയാണ് അല്ലെ. അപ്പൊ നമ്മുടെ ഒരറിവില് മനുഷ്യനാണ് ദൈവത്തെ പ്രീതിപ്പെടുത്തി അല്ലെങ്കിൽ ദൈവത്തിനെ പ്രാർത്ഥിച്ച് കാര്യങ്ങളൊക്കെ നേടുന്ന, അല്ലെങ്കിൽ നമ്മുടെ ഒരു ഇതിന് വേണ്ടിയിട്ട് നമ്മൾ ദൈവത്തെ പ്രാർത്ഥിക്കുന്നു. നമ്മുടെ ആ ദൈവവുമായിട്ടുള്ളൊരു ബോണ്ട് മനുഷ്യർക്കുണ്ട്. എന്നാൽ മറ്റു മൃഗങ്ങളിൽ നമ്മളത് കണ്ടിട്ടില്ല. പക്ഷെ പക്ഷികളോ മൃഗങ്ങളോ ഒന്നും അത് അറിയാൻ വയ്യ. കാര്യം നമ്മുടെ ഒരു കൺസെപ്റ്റ് വെച്ചിട്ട് നമ്മൾ പറയുന്നുണ്ട് പട്ടിയും പൂച്ചയൊക്കെ ദൈവത്തെ പ്രാർത്ഥിക്കുന്നു എന്നൊക്കെ നമ്മൾ കഥകളില് പറയുന്നു എന്നല്ലാണ്ട് അവർക്ക് ഇതുപോലൊരു ദൈവസങ്കല്പം ഉണ്ടോ എന്നതിനെ കുറിച്ച് നമുക്ക് യാതൊരു അറിവുമില്ല. അപ്പോ ഇന്നത്തെ ഒരു കാലഘട്ടത്തിൽ എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ദൈവങ്ങൾ മാത്രമല്ല ആൾ ദൈവങ്ങളും ഒരുപാടുള്ള ഒരു കാലഘട്ടമാണ്. അപ്പൊ ചിലര് പറയാറുണ്ട്, എനിക്ക് ദൈവത്തിൽ വിശ്വാസമുണ്ട്, എന്നാൽ ഞാൻ ആൾ ദൈവങ്ങളിൽ വിശ്വസിക്കുന്നില്ല, ഇത്തരം ആൾക്കാരെല്ലാരും കപടരാണ് അല്ലെങ്കിൽ അവര് ശരിയല്ല എന്ന്. അപ്പോ ഇതിനെ കുറിച്ചുള്ള അഭിപ്രായം എന്താണ്? ദൈവസങ്കല്പത്തെ കുറിച്ചും മനുഷ്യരുടെ ജീവിത രീതിയെ കുറിച്ച് പറയുന്ന ഒരുപാട് കാര്യങ്ങൾ നമുക്കിവിടെ പറയാനുണ്ട്. ഈ ദൈവം എന്ന് പറയുന്ന ഒരു സങ്കല്പം അത് എങ്ങനെ ഉണ്ടായിട്ടുണ്ട് എന്ന് നമ്മൾ ചിന്തിച്ചു നോക്കുമ്പോൾ, ദൈവം എന്ന് പറഞ്ഞാൽ നമ്മൾ പൊതുവിൽ പറയുന്ന ഒരു ക്രിയേറ്റർ എന്നുള്ളതാണ് അല്ലെ. ഈ ഭൂമിയെയും ഈ ചരാചരങ്ങളെ എല്ലാം സൃഷ്ടിച്ച ഒന്നാണ് ഈ ദൈവം എന്ന് പറയുന്ന സങ്കല്പം. ഈ ദൈവത്തിനെ മനുഷ്യൻ ആദ്യം ആരാധിച്ചു തുടങ്ങിയത് ഒരു പക്ഷേ അവന്റെ ഭയത്തിൽ നിന്ന് അവന് ഒന്ന് മുക്തി നേടാൻ വേണ്ടിയിട്ടായിരിക്കും. കാര്യം അവന് ഇടിയെ പേടിയാണ്. അപ്പോൾ ഇടിയെ അവര് അല്ലെങ്കിൽ മിന്നലിനെയൊക്കെ ആദ്യകാലത്ത് അവര് ആരാധിച്ചു പോന്നു. മഴയെ, കാറ്റിനെ, സൂര്യനെ, വരൾച്ചയൊക്കെ വരുമ്പോൾ അവന്റെ കൃഷിയെല്ലാം വറ്റിപ്പോകുമ്പോൾ സൂര്യനെ ഒന്ന് പ്രീതിപ്പെടുത്തിയാൽ അപ്പോൾ സൂര്യൻ കനിയും. മഴ വരുമ്പോൾ മഴയെ പ്രീതിപ്പെടുത്തിയാൽ മഴയ്ക്കൊരു ദേവനെ കൽപ്പിച്ചിട്ട് ആ മഴയുടെ ആധിക്യം കുറയ്ക്കും എന്നൊക്കെയുള്ള ഒരു സങ്കല്പത്തിലോട്ട്, അതായത് ദൈവവിശ്വാസം, ക്രിയേറ്റർ എന്ന് പറയുന്നത് എല്ലാത്തിനും സൃഷ്ടിച്ച ഒരു ഈശ്വരനുണ്ട്. ആ ഈശ്വരനെ പ്രാർത്ഥിക്കുക എന്നുള്ളതാണ് മനുഷ്യരിൽ ബഹുഭൂരിപക്ഷം ചെയ്തു വന്നിരുന്നത്. പല പല മതങ്ങൾ അതിന് ശേഷം വേർപിരിഞ്ഞു പോയിട്ടുണ്ട്. ആ മതങ്ങളിലെല്ലാം അവർ ഓരോ രീതിയിൽ അവർ ഈ ക്രിയേറ്റർ എന്ന് പറയുന്ന ഈ ലോകത്തെ പ്രപഞ്ചത്തെ ഉണ്ടാക്കിയ ക്രിയേറ്ററിന് ഓരോ പേരിട്ട് ഓരോ തരത്തിൽ ആ ക്രിയേറ്ററിനെ പ്രീതിപ്പെടുത്താനാണ് ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. പൊതുവിൽ പറയുകയാണെങ്കിൽ ദൈവം എന്ന് പറയുന്ന ആ ഒരു സങ്കല്പത്തിന് അതീതമായി ചിന്തിക്കാൻ ഇന്നും നമ്മുടെ കാലഘട്ടത്തിൽ അധികം പേർക്കൊന്നും പറ്റില്ല. കുറെ നിരീശ്വരവാദികളെല്ലാം ഉണ്ടെങ്കിലും ഈശ്വരവിശ്വാസികളുടെ ഒരു വലിയ സംഖ്യയ്ക്ക് മുന്നിൽ ഈ നിരീശ്വരവാദം, ഈശ്വരനില്ല എന്ന് പറയുന്ന ആ വാദം, ഭൗതികവാദമൊക്കെ പറയുന്നവർ തുലമാണ്. കാര്യം ബഹുഭൂരിപക്ഷം പേരും ഈ ക്രിയേറ്ററിൽ വിശ്വസിക്കുന്നവരാണ്. അപ്പൊ ഇവിടെ ചോദിച്ചത് ആൾ ദൈവം എന്താണ് എന്നുള്ളതാണ്. ആൾ ദൈവം എന്ന് പറയുമ്പോൾ നമ്മൾ ഒരു വ്യക്തി ദൈവമായി മാറുന്നതിനാണോ ആൾ ദൈവം എന്നുള്ളത് എന്ന് നമ്മൾ ചിന്തിക്കേണ്ടിയിരിക്കുന്നു. അങ്ങനെയല്ല. ആൾ ദൈവം എന്ന് പറയുന്നത് പണ്ട് കാലത്ത് ക്ഷേത്രജമായിട്ടും അല്ലാതെ ഗോത്രവർഗക്കാരിൽ ഉണ്ടായിരുന്ന ഒരു ദൈവിക സങ്കല്പമാണ്. അതായത് അവിടുത്തെ ഒരു മൂപ്പനോ അല്ലെങ്കിൽ അവിടുത്തെ ഒരു പ്രമാണിയായിട്ടുള്ള ആ ഗോത്രത്തിന്റെ തലവനായിട്ടുള്ള ഒരു വ്യക്തിയോ ഒരു പ്രത്യേക ആചാര ചടങ്ങിന് ഇടയിൽ മരിച്ചുപോയ ആരെങ്കിലുമോ അവരുടെ ഗുരുക്കന്മാരായിട്ടുള്ള ആരെങ്കിലുമോ അല്ലെങ്കിൽ ചില പ്രത്യേക ദൈവങ്ങൾ തങ്ങളുടെ ശരീരത്തിൽ പ്രവേശിച്ചു എന്ന് പറഞ്ഞ് തുള്ളി ഉറയുക, പലതരം പ്രകടനങ്ങൾ നടത്തുക. പ്രകടനങ്ങൾ നടത്തിയതിനു ശേഷം ചില വെളിപ്പെടലുകൾ നടത്തും. നമുക്കറിയാം, ഇന്ന് കാവ് സമ്പ്രദായത്തിലും ക്ഷേത്രങ്ങൾ, തെക്കേതുകൾ എന്ന് പറയപ്പെടുന്ന ക്ഷേത്രങ്ങളിലും അല്ലാതെ തന്നെ പല ക്ഷേത്രങ്ങളിലും വെളിച്ചപ്പാടന്മാരായിട്ടും തുള്ളി ഉറഞ്ഞ് കാര്യങ്ങൾ പറയുന്ന സമ്പ്രദായം ഇന്നും വേറിട്ട് പോയിട്ടില്ല, ഒരുപാടിടത്തും ഉണ്ട്. അപ്പോൾ മനുഷ്യന്റെ ശരീരത്തില്, ഒരാളിന്റെ ശരീരത്തില് ദൈവം കുറച്ചു നേരത്തേക്ക് പ്രവേശിക്കുകയും അതിലൂടെ ആ മനുഷ്യന്റെ ശബ്ദത്തില്, മനുഷ്യന്റെ ചേഷ്ടകളിലൂടെ കാര്യങ്ങളെ ആ ഭക്തയായിട്ടുള്ള ആളിലേക്ക് വിവരിച്ചു കൊടുക്കുകയും ചെയ്യുന്ന ഒരു സമ്പ്രദായത്തിനാണ് നമ്മൾ ആൾ ദൈവങ്ങൾ എന്ന് പറഞ്ഞുകൊണ്ടിരുന്നത്.
പക്ഷെ ആൾ ദൈവം എന്ന് പറയുന്ന സങ്കല്പത്തെ ഇന്ന് കുറച്ച് വ്യത്യാസപ്പെടുത്തിയിരിക്കുകയാണ്. കാര്യം എന്ന് പറഞ്ഞാൽ ചില വ്യക്തികൾ അവര് ദൈവമാണ് എന്ന് സങ്കല്പിച്ച് പൂജ കഴിക്കുന്ന ഒരു രീതി. ഒരാൾ പറയുകയാണ് ഞാൻ ഒരു ദേവിയാണ്, ഇല്ലെങ്കിൽ ഇന്ന ക്ഷേത്രത്തിലെ ഭഗവാനാണ് ഞാൻ എന്ന് പറഞ്ഞ് അയാൾ വീട്ടിൽ ഇരിക്കുന്നു. കുറേ പേര് ഇയാളിലാണ് ആ ദൈവമുള്ളത് എന്ന് കരുതിയിട്ട് ആ വ്യക്തിയെ പോയി പൂജിക്കുക, അയാളെ പ്രീതിപ്പെടുത്തുക, അയാൾക്ക് ധനം കൊടുക്കുക, അയാൾ പറയുന്നതെല്ലാം സത്യമാണെന്ന് ധരിക്കുക. അങ്ങനെയൊക്കെ ഉള്ളൊരു രീതിയിലേക്ക് വന്നപ്പോഴാണ് ആൾ ദൈവം എന്ന് പറയുന്ന ഒരു പ്രത്യേക വിഭാഗത്തെ നമ്മളിവിടെ സൃഷ്ടിച്ചെടുത്തിരിക്കുന്നത്. പക്ഷേ യാഥാർത്ഥ്യം പറഞ്ഞാൽ ഇതിൽ ചില പ്രത്യേകതകളുണ്ട്. ഇത് ഹൈന്ദവ മതത്തിലോ ക്രിസ്ത്യൻ മതത്തിലോ അല്ലെങ്കിൽ മുസ്ലിം മതത്തിലോ എന്നല്ല, ലോകത്തിന്റെ പല ഭാഗത്തും ഇത്തരം ആൾ ദൈവ സമ്പ്രദായങ്ങളെല്ലാം ഉണ്ട്. പക്ഷെ ഒന്നറിയേണ്ടത്, പണ്ട് കാലത്ത് നമ്മൾ പറഞ്ഞു കേട്ടിട്ടുണ്ട് മാതാപിതാ ഗുരു ദൈവം. എന്താണ് മാതാപിതാ ഗുരു ദൈവം? പറയും. മാതാവാണ് നമ്മുടെ ആദ്യത്തെ ദൈവം എന്ന് പറയുന്നത്. ശരി. മാതാവ് പിതാവ് കഴിഞ്ഞു കഴിഞ്ഞാൽ മാത്രമാണ് നമ്മുടെ ദൈവത്തിലോട്ടുള്ള ഗുരുവും കഴിഞ്ഞിട്ടാണ് പിന്നെ ഗുരുവാണ് നമ്മളെ ദൈവത്തിലോട്ട് അടുപ്പിക്കുന്നത്. ഗുരു പറഞ്ഞു തരുന്നതിൽ നിന്ന് നമ്മള് ദൈവത്തെ മനസ്സിലാക്കുന്നു എന്നുള്ളതിന് അങ്ങനെ ഒരു അർത്ഥം കൽപ്പിക്കാമെങ്കിലും മാതാവും പിതാവും ഗുരുവും ദൈവത്തിന് സമമാണ് എന്ന് വേണമെങ്കിലും നമുക്ക് വ്യാഖ്യാനിക്കുന്നതിന്റെ ഇതനുസരിച്ച്. അതെ. അപ്പം ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത് മാതാവ് പിതാവ് ഗുരു ദൈവം എന്ന് പറയുന്ന സങ്കല്പം, ഇവരെല്ലാം ദൈവത്തെ ആയിട്ട് നമ്മൾ കൽപ്പിക്കുന്നു. ഇതിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ഗുരു എന്ന് പറയുന്ന ഗുരുവിനെ ദൈവമായിട്ട് കൽപ്പിക്കുക. നമ്മുടെ പണ്ടത്തെ ആചാര്യന്മാർ, പണ്ടത്തെ ഒരുപാട് ആചാര്യർ, ശ്രീരാമകൃഷ്ണ പരമഹംസൻ അല്ലെങ്കിൽ വേദത്തിൽ പറയുന്ന പല സന്യാസിമാര്, അവരെയെല്ലാം ഭക്തർ, ഇപ്പൊ രമണ മഹർഷി ഉൾപ്പെടെ എല്ലാവരെയും നമുക്കിങ്ങനെ ഒരുപാട് ആചാര്യന്മാരെ നമുക്ക് കിട്ടും. അവർക്കൊരു ആ ഗുരുവിനെ ആരാധിച്ചു പോരുന്ന ഒരു ജനവിഭാഗമുണ്ട്. കാര്യം ഈ അജ്ഞാനമാകുന്ന അന്ധകാരത്തിൽ നിന്ന് വെളിച്ചം പകർന്നു കൊടുക്കുന്ന ഒരാളാണ് ഗുരു. അപ്പൊ ഈ ജ്ഞാനം പകർന്നു കൊടുക്കുന്ന ആളിനെ ദൈവമായിട്ട് സങ്കല്പിക്കുന്നതിൽ യാതൊരു തെറ്റുമില്ലെന്നാണ്. ഇപ്പൊ ഒരാള് സ്വന്തം അച്ഛനെ ദൈവമായിട്ട് സങ്കല്പിക്കുക, അമ്മയെ ദൈവമായിട്ട് സങ്കല്പിക്കുക, നമ്മൾ തെറ്റെന്ന് പറയില്ല. പക്ഷെ വേറൊരു വ്യക്തി എനിക്കൊരു ഗുരുവാണ്, അപ്പോൾ നമ്മൾ ആ ഗുരുവിന്റെ അടുത്തോട്ട് പോയി കാര്യങ്ങൾ അന്വേഷിച്ച് അദ്ദേഹത്തെ തൊഴുതു വണങ്ങുകയാണെങ്കിൽ ഇപ്പോഴത്തെ പൊതു സമൂഹത്തിൽ ചിലർ പറയും ഇയാള് ആൾ ദൈവത്തെ തൊഴാൻ പോകുന്നു. പണ്ട് ശ്രീനാരായണ ഗുരുവിനെയും ശ്രീരാമകൃഷ്ണ പരമഹംസരെയും എല്ലാം നമ്മൾ ഇങ്ങനെ ഗുരു എന്ന ഗുരുദൈവം എന്നുള്ള സങ്കല്പത്തിൽ പൂജിച്ചു കൊണ്ടിരുന്നു, അവരെ ആരാധിക്കുന്നു, അവരിലൂടെ ദൈവത്തെ കാണാൻ ശ്രമിച്ചു. അത് തെറ്റായിട്ടുള്ള കാര്യമൊന്നുമില്ല. പല മതങ്ങളിലും ഇത്തരം ആചാര്യന്മാരെ ദൈവമായിട്ട് തന്നെ സങ്കല്പിച്ച്, ഹൈന്ദവതയുടെ മാത്രമല്ല ഇത്, ഇങ്ങനെ ആരാധിക്കുന്നുണ്ട്. അവരിലൂടെ വെളിച്ചം കിട്ടിയവരെല്ലാം അവരിലൂടെ ഈശ്വരനെ കാണാൻ, പ്രാപഞ്ചികമായ ഈശ്വര ശക്തിയെ കാണാൻ ശ്രമിക്കുന്നുണ്ട്. അപ്പോൾ ഇവിടെ ഇപ്പോൾ എന്താ പറ്റിയെന്ന് പറഞ്ഞാൽ, ആൾ ദൈവം എന്ന് പറഞ്ഞ് നമ്മൾ ഇന്ന് സമൂഹത്തിലുള്ള കുറച്ച് ഗുരുക്കന്മാർ എന്ന് പറയുന്ന നമുക്ക് വഴികാട്ടികളായിട്ടുള്ള വ്യക്തികളെ അടച്ചാക്ഷേപിക്കുന്ന തരത്തിൽ ആൾ ദൈവങ്ങൾ എന്ന് പറഞ്ഞു തുടങ്ങിയാണ്. ഒരു വ്യക്തി, ഇപ്പൊ നമുക്ക് ഉദാഹരണം സത്യസായി ബാബ എന്ന് പറയുന്ന വ്യക്തി എടുക്കാം. അദ്ദേഹം ഒരുപാട് ആതുര സേവനങ്ങളെല്ലാം ചെയ്യുന്ന ഒരു വ്യക്തിയാണ്. അദ്ദേഹം നൽകിയ സംഭാവനകൾ സ്വീകരിച്ച പലർക്കും അദ്ദേഹം ദൈവതുല്യമായിരിക്കും. നമുക്ക് അമൃതാനന്ദമയിയുടെ കാര്യത്തിൽ അവരുടെ സേവനങ്ങൾ കിട്ടിയ ഒരാൾക്ക് അവർ ദൈവതുല്യമായിരിക്കും. ഈ പുറമേ നിന്ന് കാണുന്ന ഒരു വ്യക്തിക്ക് ഇവരിൽ ചിലപ്പം താല്പര്യം ഉണ്ടാവില്ല, അല്ലെങ്കിൽ ആ പ്രത്യേക മതത്തിനോടോ അവരെ ആചരിക്കുന്ന വിഷയങ്ങളോടോ ഒരു താല്പര്യം ഉണ്ടാവില്ല. അപ്പോൾ എന്തെറ്റും അവരെക്കുറിച്ച് എന്തെങ്കിലുമൊക്കെ പറയാനുള്ള വാഞ്ച ഉണ്ടാവും. അത് പൊതുവില് ആൾ ദൈവങ്ങളെല്ലാം തട്ടിപ്പുകാരാണെന്നുള്ള ഒരു മുഖവില കൊടുക്കാൻ വേണ്ടിയിട്ട് പലരും പല ശ്രമങ്ങൾ നടത്തുന്നുണ്ട്. കാര്യം ഇപ്പം ഞാനൊരു സേവനം ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഒരാള് കുറച്ച് കാര്യങ്ങളൊക്കെ സഹായിച്ചപ്പം അയാൾ പറയാണ്, ഞാൻ ഒരുപാട് കാര്യം ദൈവത്തോട് കരഞ്ഞ് പ്രാർത്ഥിച്ചു, അപ്പോൾ ആ ദൈവമായിട്ടാണ് അങ്ങേ എൻ്റെ മുന്നിൽ കൊണ്ടത്, അങ്ങ് ദൈവത്തിൻ്റെ ഒരാളാണെന്ന് പറഞ്ഞ് എന്നെ തൊഴുകയാണ്. ഞാൻ പറയും അങ്ങനെയൊന്നുമല്ല, എനിക്ക് സഹായിക്കാൻ തോന്നി, ഞാൻ സഹായിച്ചു എന്നായിരിക്കും ഞാൻ മറുപടി പറയുന്നത്. പക്ഷെ അദ്ദേഹത്തിൻ്റെ മനസ്സിൽ പറയുന്നത് ഞാൻ ഒരുപാട് പ്രാർത്ഥിച്ചത് കൊണ്ട് ദൈവം ഇങ്ങനെ ഒരാളെ വഴികാട്ടിയായിട്ട് വിട്ടു തന്നു. കാര്യം ദൈവം മറ്റുള്ളവരിലൂടെ പ്രവർത്തിക്കുന്നു എന്നല്ലേ പറയുന്നത്, അല്ലേ? അങ്ങനെയല്ലേ? ദൈവം എന്ന് പറയുന്നത് നമുക്ക് ഇപ്പോൾ പുഴയിൽ നിൽക്കുമ്പോൾ ഒരാൾ മുങ്ങിത്താഴാൻ പോകുമ്പം അതൊരു
മരത്തടിയുടെ രൂപത്തിൽ വരും, അതിൽ അയാൾ കയറി രക്ഷപ്പെട്ടുകൊള്ളുക. അല്ലെങ്കിൽ ഒരു വഴിപോക്കന്റെ രൂപത്തിൽ വന്ന് കയറെറിഞ്ഞു കൊടുക്കും. അല്ല, ദൈവം നേരിട്ട് വന്ന് എന്നെ രക്ഷിക്കണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പണ്ട് ഏതോ കഥയിൽ പറഞ്ഞ പോലെ ആനയുടെ തൂക്കിയേറുകൊണ്ട് വയലിൽ വീണ് ചാവാനായിരിക്കും വിധി എന്ന് പറയുന്നത് അല്ലേ. നമ്പൂരി ദൈവം വന്നേ എന്നെ രക്ഷിക്കുള്ളൂ എന്ന് പറഞ്ഞ് മതയാനയുടെ മുമ്പ് നിൽക്കുകയും ഒടുവിൽ ആന വലിച്ചെറിഞ്ഞ് ചെളിയിൽ വന്ന് വീണ് ആപത്തുണ്ടാവുകയും ചെയ്ത കഥയൊക്കെ നമുക്ക് കുട്ടിക്കാലത്തെ നമ്മൾ കേട്ടിട്ടുണ്ട്. അതുകൊണ്ട് ഈശ്വരനെ ഏതൊരു രീതിയിലും നമുക്ക് കാണാൻ പറ്റും. അതില് ഇപ്പൊ ഒരു വ്യക്തി ആള് ഒരുപാട് സേവനങ്ങൾ ചെയ്യുന്നു എന്ന് പറഞ്ഞിട്ട് ആ ആളെ പിന്നെ കുറെ പേര് പൂജിക്കുന്നുവെങ്കിൽ നമുക്കത് തെറ്റ് പറയാനൊന്നും പറ്റില്ല. വ്യക്തികൾ പലതരത്തിലാണല്ലോ. ഈ വേഷം കെട്ടിയിട്ട്, അതായത് ഒരു ആൾ ദൈവം ചമഞ്ഞിട്ട് ഒരു വ്യക്തി മറ്റുള്ളവരെ ദ്രോഹിക്കുകയാണ്, അത് തെളിവോടുകൂടി കണ്ടു കഴിഞ്ഞാൽ നമുക്ക് അയാളെ ഫ്രോഡ്, അയാളെ തെമ്മാടിയാണ്, അയാൾ മോശപ്പെട്ട ആളെന്ന് പറയാം. ഇല്ലെങ്കിൽ എന്ത് പറ്റുമെന്നറിയാമോ? ഇപ്പൊ ഒരു മന്ത്രിയിൽ ഒരു മോശം മന്ത്രി ഉണ്ടെങ്കിൽ ആ മന്ത്രിസഭ മുഴുക്കെ മോശം എന്ന് പറയുന്നത്, ഒരു പോലീസുകാരൻ മോശമാണെങ്കിൽ എല്ലാവരും മോശമാണെന്ന് പറയുന്നത് പോലെ ഒരു കാര്യമായി പോകും. അപ്പോൾ ആൾ ദൈവങ്ങളെ ഇഷ്ടമില്ല, എനിക്ക് ദൈവങ്ങളെ മാത്രമാണ് താല്പര്യം എന്ന് പറയുന്നത് ചിലപ്പോ അവരുടെ അനുഭവത്തിലുള്ള ഏതോ പരിസരത്തുള്ള ഒരു വ്യക്തി മോശപ്പെട്ട പ്രകൃതങ്ങളൊക്കെ ഉണ്ടായിട്ട് അവസാനം ഒരു ആൾ ദൈവത്തിന്റെ, അതായത് ഈ നമ്മൾ പറഞ്ഞ പോലെ ഞാൻ ദൈവമാണെന്ന് സ്വയം പ്രഖ്യാപിച്ചിട്ട് കുറെ കാര്യങ്ങളൊക്കെ ചെയ്യുകയും മോശപ്പെട്ട പ്രവൃത്തികൾ തുടരാനുള്ള മറയാക്കി വെക്കുകയും ചെയ്തിട്ടുണ്ട്. പക്ഷേ ഇവിടെ പറഞ്ഞ് പ്രചരിപ്പിക്കുമ്പോൾ ഒരു വ്യക്തി നന്മ ചെയ്ത് മറ്റുള്ളവരുടെ മുന്നിൽ ദൈവതുല്യമായിട്ട് മാറുന്ന വ്യക്തിയെയും തെറ്റിദ്ധരിക്കപ്പെടുകയാണ് ഈ ഒരൊറ്റ പ്രയോഗത്തിലൂടെ. അത് ആൾ ദൈവമല്ലേ. ആൾ ദൈവം എന്ന് പറയുന്ന വാക്കിന് തെറ്റൊന്നുമില്ല, ആ വാക്ക് ഒട്ടും ദോഷമല്ല. ഈ കണ്ടുകൊണ്ടിരിക്കുന്ന ആർക്ക് വേണമെങ്കിലും ഒരു ആൾ ദൈവം ആവാം. കനിവുള്ളവരെ സഹായിക്കാൻ നിങ്ങൾ ഇറങ്ങിത്തിരിക്കുക. ഒരാൾക്കൊരു കൈത്താങ്ങ് കൊടുക്കുകയാണെങ്കിൽ ആ ആളിന്റെ മുന്നിൽ നിങ്ങളൊരു ദൈവമായി മാറുകയാണ്. നിങ്ങളെന്ന് പറയുന്ന ആളിലൂടെ ഈശ്വരൻ പ്രവർത്തിക്കുമ്പോൾ നിങ്ങളൊരു ആൾ, അതായത് നമ്മൾ ഈ ക്ഷേത്രത്തിലെ തന്ത്രം നടത്തുമ്പം അവിടുത്തെ മെയിൻ തന്ത്രിക്ക് അവിടെ ചെല്ലാൻ പറ്റിയില്ലെങ്കിൽ ഒരു ആൾപേരിനെ വിട്ടുകൊടുക്കും, തന്ത്രിയുടെ എല്ലാ ഡ്യൂട്ടിയും ചെയ്യാൻ. അതുപോലെ ഈശ്വരൻ പലരിലൂടെയും ഈശ്വരന്റെ ഡ്യൂട്ടി ചെയ്യാൻ വേണ്ടിയിട്ട് വിട്ടുകൊടുത്തിട്ടുണ്ട്. ഓരോ വ്യക്തിയും അങ്ങനെ ഈശ്വരന്റെ ഡ്യൂട്ടികൾ ചെയ്തുകൊണ്ടിരിക്കുകയാണ്, അറിഞ്ഞോ അറിയാതെയൊക്കെ. അപ്പോൾ ആ രീതിയിലാണ് നമ്മൾ ആൾ ദൈവം എന്ന് പറയുന്ന പദത്തെ കാണേണ്ടത്. അപ്പോൾ ആൾ ദൈവങ്ങൾ എന്ന് പറയുന്ന സങ്കല്പം എല്ലാം മോശമല്ല, പക്ഷേ ഇതിൽ ഒരുപാട് തെമ്മാടിത്തം കാണിക്കുന്ന ആൾക്കാരുമുണ്ട് എന്നുള്ള തിരിച്ചറിവാണ് നമുക്ക് വേണ്ടത്. ഇതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കുന്ന കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാല്, ഒരു വ്യക്തി, ആ വ്യക്തി എപ്പോഴാണോ ദൈവത്തിന് തുല്യമായിട്ടുള്ള പ്രവൃത്തികൾ ചെയ്യുന്നത്, കോൺട്രിബ്യൂഷൻസ് സമൂഹത്തിന് നൽകുന്നത്, ആ സമയത്ത് അവരെ ദൈവം എന്ന് വിളിക്കുന്നതിന് ഒരു തെറ്റുമില്ല എന്നുള്ളതാണ് അല്ലേ? അങ്ങനെ തോന്നുന്നില്ലേ? അതെ, അച്ഛനും അമ്മയും എന്ന് പറയുമ്പോഴത്തേക്കും അവർക്ക് ആ ഒരു ജന്മം കൊണ്ട് മാത്രമല്ല, അവര് കർമ്മം കൊണ്ട് ആ സ്ഥാനത്തിന് അർഹരായി മാറുമ്പോഴാണ് അവരെ ആ വിളിപ്പേരിന് അവരെ യഥാർത്ഥത്തിൽ യോഗ്യരാവുന്നത്. അതുപോലെ തന്നെയാണ് ഈ വ്യക്തികളില് അവരെ എപ്പോഴാണ് ആ ദൈവത്തിന്റെ ഒരു പവർ കാണിക്കുന്നത്, ആ ഒരു അവരിൽ നിന്ന് കുറെ ആൾക്കാർക്ക് എപ്പോഴാണോ ആ ഒരു ഗുണം കിട്ടുന്നത്, അവരെ ആൾ ദൈവം എന്ന് വിളിക്കുന്നത് കൊണ്ട് തെറ്റില്ല അല്ലെ? തെറ്റില്ല. അപ്പോ ഇനി അടുത്തൊരു ചോദ്യത്തിലേക്ക് വരാം. അടുത്ത ചോദ്യം എന്ന് പറയുന്നത്, ഈശ്വര വിശ്വാസം എന്ന് പറയുന്ന ആ ഒരു കൺസെപ്റ്റില് പൊളിച്ചെഴുത്തുകൾ ആവശ്യമാണോ എന്ന് വെച്ച് കഴിഞ്ഞാല് ഇപ്പോഴുള്ള നമ്മുടെ ഈശ്വര വിശ്വാസത്തിന് ഒരു അപ്ഡേഷൻ വേണമോ എന്നുള്ളതാണ് ചോദ്യം. ആ ചോദ്യം നല്ലതാണ്. കാര്യം എന്ന് പറഞ്ഞാല് നമ്മള് മനുഷ്യരാശിയുടെ ഒരു കാലഘട്ടം, ഞാൻ പറഞ്ഞില്ലേ ഈശ്വര വിശ്വാസം എങ്ങനെ ആരംഭിച്ചു എന്ന്. എഴുത്തും വായനയും ഇല്ലാത്ത ഒരു കാലഘട്ടത്തിൽ നിന്ന് അവരുടെ ഭയത്തിൽ നിന്നോ മറ്റൊക്കെ ഉരുത്തിരിഞ്ഞ സങ്കല്പം, ഈ പ്രപഞ്ചത്തെ ഒരു ക്രിയേറ്റർ ഉണ്ടെന്ന് മനസ്സിലാക്കിയിട്ട് അവന്റെ ജ്ഞാനം, അന്നുള്ള അറിവുകൾ വച്ച് അവൻ ഈശ്വരനെ വിളിക്കാൻ ശ്രമിച്ചത് വഴികളാണ്. പതിയെ പതിയെ അത് ഒരു ശാസ്ത്രീയമായിട്ട് തന്നെ അവൻ്റെതായ കണ്ടുപിടുത്തം, ഈശ്വരനെ കണ്ടെത്താനുള്ള മാർഗങ്ങൾ, ധ്യാനമായിരിക്കാം, മന്ത്രജപങ്ങളായിരിക്കാം, പിന്നെ അതിനു വേണ്ടിയിട്ടുള്ള ചില വ്രതങ്ങളായിരിക്കാം. അങ്ങനെ ഒരുപാട് മേഖലയിലൂടെ തൻ്റെ മനസ്സിനെ ആ ഈശ്വരനുമായിട്ട് വിലയം ചെയ്യാനുള്ള ഒരു തലത്തിലേക്ക് ഒരുക്കിയെടുത്തു. അപ്പൊ അതിനെ നമ്മളിങ്ങനെ ഫോളോ ചെയ്ത് പോരുകയാണ്. പക്ഷെ ഒരു കാര്യമുണ്ട്, അവർ ഓരോ കാലഘട്ടത്തിലും, നമ്മൾ യുഗങ്ങളെ കുറിച്ചൊക്കെ പറയും, ഓരോ യുഗത്തിലും ഓരോ തരത്തിലായിരുന്നു ദൈവിക ആരാധന എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പൊ ഓരോ യുഗവും അപ്ഡേഷന്റെ കാലഘട്ടമാണ്. ഓരോന്നിനും നമുക്കറിയാം, ആദ്യം ഈശ്വരന്മാരെ നേരിട്ട് കാണാൻ കഴിഞ്ഞൊരു ഒരു കാലം ഉണ്ടെന്നൊക്കെ പറയപ്പെടുന്നുണ്ട്. അത് കഴിഞ്ഞിട്ട് പിന്നെ ഈശ്വരനെ നമുക്ക് കാണാൻ കഴിയാത്തൊരു കാലഘട്ടം ഉണ്ടെന്ന്. ഇപ്പൊ നമുക്ക് നേരിട്ട് കാണാൻ പറ്റില്ല, നമ്മൾ ഈ പറഞ്ഞ പോലെ ഈ ക്രിയേറ്ററെ നമുക്ക് കാണാൻ പറ്റില്ല. പകരം
എന്ത് ചെയ്യുന്നു, നമ്മൾ അനുഭവിച്ചറിയുക എന്നുള്ളൊരു തലത്തിലേക്ക് വരുന്നു. അതാണല്ലോ നമ്മളിപ്പം ചെയ്തുകൊണ്ടിരിക്കും. ഇപ്പൊ ആരെങ്കിലും ഈശ്വരനെ നേരത്തെ അല്ലെങ്കിൽ നമ്മൾ ഈ പറഞ്ഞതിന് ആദ്യം പറഞ്ഞ പോലെ ആൾ ദൈവങ്ങളുടെ രൂപങ്ങളിൽ കാണുന്നു. ആൾ ദൈവങ്ങളുടെ നമ്മൾ പറഞ്ഞല്ലോ, അത് ആ ഒരു തലത്തിലേ നമ്മൾ എടുക്കാവും. അപ്പോൾ നമുക്ക് എന്തിൽ വേണമെങ്കിലും തൂണിലും തുരുമ്പിലും നമുക്ക് ഈശ്വരീയ ദർശനം സാധ്യമാകുന്നു. അതായത് ഈ പ്രപഞ്ചത്തിനെ ഉണ്ടാക്കിയ ഈ ഒരു രൂപം നമുക്ക് കൃത്യമായി നിർണ്ണയിക്കാൻ പറ്റാത്ത ഒന്നിനെ, അല്ലെങ്കിൽ അതിന്റെ വലിപ്പത്തെക്കുറിച്ച് പൂർണ്ണമായിട്ട് നിർണ്ണയിക്കാൻ പറ്റാത്ത ഒന്നിനെ നമ്മൾ അങ്ങനെ ആ ഒരു കാഴ്ചപ്പാടിലൂടെ കാണുകയാണ്. ഈ അപ്ഡേഷൻസ് വേണമോ എന്ന് ചോദിച്ചാൽ തീർച്ചയായിട്ടും വേണം. ഈശ്വരനെ നമ്മൾ ഇത്രയും നാളും കണ്ടുകൊണ്ടിരുന്നത് ഏതെങ്കിലും ഒരു പുസ്തകത്തിൽ എഴുതി വെച്ച ഒരു തലത്തില് പോലെ ആവരുത്. കാര്യം അത് അന്നത്തെ അറിവിൽ എഴുതി വെച്ചതാണ്. ഇനി നമുക്ക് പുതുതായിട്ട് ചിന്തിച്ച് ഈശ്വരീയ ജ്ഞാനം നേടാൻ പുതിയ പുതിയ അറിവുകൾ നമ്മുടെ മുന്നിലേക്ക് വരികയല്ലേ. അപ്പൊ ആ രീതിയിൽ കൂടെ നമ്മൾ ഓരോ ആചാര്യന്മാരും അതിന് പുതിയ വഴികൾ നിങ്ങൾക്ക് കാട്ടിത്തരും. ഓരോ വ്യക്തികളും ദൈവ ചിന്തകളിലേക്ക് കൂടുതലായിട്ട് മുഖരിതമാകുമ്പോഴാണ് അവർക്ക് എങ്ങനെയാണ് ഈ പ്രപഞ്ചത്തിലെ ആ എനർജിയെ കൂടുതൽ നമ്മിലേക്ക് സംശീകരിക്കാൻ പറ്റും. വേദം കഴിഞ്ഞ് വേദാന്തത്തിൽ വരെ നമ്മൾ എത്തിക്കഴിഞ്ഞു. ഈ വേദാന്തത്തോടു കൂടി ഇവിടെ സ്റ്റോപ്പ് ആവുന്നില്ല എന്ന്. ഇവിടുത്തെ മനുഷ്യരെ വീണ്ടും ദൈവിക സങ്കല്പത്തെ മുന്നോട്ട് കൊണ്ടുപോയാൽ മാത്രമേ ഈ അപ്ഡേഷൻസ് നടക്കൂ. ഇല്ലെങ്കിൽ നൂറ്റാണ്ടുകൾക്ക് മുമ്പ് അന്നത്തെ ഏതോ ഒരു ആചാര്യൻ എഴുതി വെച്ചൊരു പുസ്തകത്തിൽ പറഞ്ഞിരിക്കുന്നത് പോലെ ഇന്നത്തെ കാലഘട്ടത്തിൽ ഒരു കാര്യം നടക്കണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് പറ്റില്ല. കാര്യം അന്നത്തെ ഒരു ആചാര്യന്റെ ഒരു ചിന്താഗതിയാണ് അവിടെ. അദ്ദേഹം കണ്ടിട്ടുള്ള കാഴ്ചപ്പാടുകളിൽ നിന്ന് അവിടെ അദ്ദേഹം നിർത്താൻ നമ്മളടുത്ത് പറഞ്ഞിട്ടില്ല. അവിടെ നിന്ന് നിങ്ങൾ കണ്ടിന്യൂ ചെയ്യൂ. അദ്ദേഹത്തിന് പറ്റിയ അദ്ദേഹത്തിന്റെ കാലഘട്ടത്തിൽ നിന്ന്, അദ്ദേഹത്തിന്റെ കാലഘട്ടത്തിലാണ് നമ്മൾ ജീവിക്കണമെങ്കിൽ അതനുസരിച്ച് പോവുക. പുതിയ കാലഘട്ടത്തിനോട് ഇഴുകിച്ചേരുന്ന ഈശ്വര വിശ്വാസം ഇല്ലെങ്കിൽ നമ്മൾ പ്രാകൃതരായി പോകും. ചില കാര്യങ്ങളെ നമ്മൾ മാറ്റേണ്ടതുണ്ട്. ചില കാര്യങ്ങളിൽ പൊളിച്ചെഴുത്തുകൾ നടത്തേണ്ടതുണ്ട്. കാര്യം ഈ ആചാര്യന്മാരെന്ന് പറയുമ്പോൾ ഈ കടന്നു വരുന്ന വഴികളിൽ ചിലപ്പോൾ ചില സ്ഖലിതങ്ങൾ, അതായത് തെറ്റുകൾ ചിലർക്ക് സംഭവിച്ചേക്കാം. അതൊരു പുസ്തകത്തിൽ രൂപത്തിലൊക്കെ എഴുതപ്പെട്ട് വച്ചുപോയി എന്ന് പറഞ്ഞ് ആ പുസ്തകത്തിൽ പറയുന്ന കാര്യങ്ങൾ തെറ്റാണെങ്കിൽ അത് തിരുത്തി തന്നെ മുന്നോട്ട് പോകണം. ആധുനിക മനുഷ്യനാകുമ്പം നമ്മുടെ പൊതുസമൂഹവും പൊതുമനസ്സുമായിട്ട് ഇഴുകിച്ചേരാത്ത, അല്ലെങ്കിൽ അതിന് ഒട്ടും താല്പര്യമില്ലാത്ത വിഷയത്തിലേക്ക് ഈശ്വര വിശ്വാസങ്ങളെ കടത്തിവിടുന്നത് അത് എപ്പോഴായാലും അത് പിന്നോട്ടടിക്കുന്ന കാര്യമായിരിക്കും. ജനങ്ങൾ കൂടുതലായിട്ട് അറിവുകളിലേക്ക് വന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നമ്മൾ കുറെ മൂഢത്തരമായിട്ടുള്ള കാര്യങ്ങൾ പറഞ്ഞ് ഇപ്പോഴുള്ള ഒരു സമൂഹത്തെ വിശ്വസിപ്പിച്ച് വെച്ചിട്ട് കാര്യമില്ല. നമ്മൾ യഥാർത്ഥ ദൈവികമായ ചിന്തയിലേക്കാണ് കടന്നു പോകാൻ ആഗ്രഹിക്കുന്നതെങ്കിൽ കൃത്യമായ ഈശ്വരീയ ചിന്തകളിലും അപ്ഡേഷൻസ് വരുത്തിയേ പറ്റുള്ളൂ. എങ്കിൽ മാത്രമേ അത് കൃത്യമാവുകയുള്ളൂ, അതിന് നിലനിൽപ്പുണ്ടാവുകയുള്ളൂ. ഇല്ലെങ്കിൽ നാളെ നമ്മളെ കളിയാക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു കാര്യമായിട്ട് ഇത് മാറിപ്പോകും. അപ്പോ ഈ പറഞ്ഞതിന് ഒരു എക്സാമ്പിൾ കൊടുക്കുകയാണെങ്കിൽ എങ്ങനെയായിരിക്കും? തീർച്ചയായിട്ടും എക്സാമ്പിൾ കൊടുക്കാൻ കഴിയുമല്ലോ. നമുക്ക് ഞാനിപ്പം ഫോളോ ചെയ്യുന്ന ഹൈന്ദവ മതത്തിൽ ഒരുപാട് എക്സാമ്പിൾ പറയാനുണ്ട്. ഒരു കാലഘട്ടത്തില് നമുക്ക് ആർക്കും ക്ഷേത്രത്തിൽ കയറാൻ പറ്റിയിരുന്നില്ല. ക്ഷേത്രപ്രവേശന വിളംബരത്തോടു കൂടിയാണല്ലോ ക്ഷേത്രത്തിൽ എല്ലാവർക്കും കടക്കാൻ പറ്റിയത്. ക്ഷേത്രത്തിൽ കടക്കാൻ പറഞ്ഞിട്ടും കുറെ കാലത്തേക്കൊന്നും ആരും കടന്നിരുന്നില്ല. പിന്നീട് മന്ത്രങ്ങള്, ഗുരുപദേശമില്ലാതെ മന്ത്രങ്ങള് പുറത്തേക്ക് പോകാൻ പാടില്ല എന്ന് പറഞ്ഞു. അതിന്റെ കാരണം അറിയാലോ. അന്ന് ഒരു ഗുരു കൃത്യമായ രീതിയിൽ മന്ത്രം പറഞ്ഞു കൊടുത്തില്ലെങ്കിൽ ഇത് കേൾക്കുന്ന ആളിന് അക്ഷരപ്പിശക് ഉണ്ടാകും. അന്ന് അങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങൾ കൊണ്ട് അക്ഷരങ്ങളൊക്കെ തെറ്റി മന്ത്രങ്ങളിൽ ഉപയോഗിക്കുന്നത് തെറ്റായിട്ട് വരുന്നതുകൊണ്ട് അത് അന്ന് പറയുമായിരുന്നു. പക്ഷെ ഇന്ന് നമുക്കത് വരുന്നില്ല. വീഡിയോയിലൂടെയും മറ്റും ഗുരുക്കന്മാർക്ക് കൃത്യമായ രീതിയിൽ പറയാം. എന്നാൽ ഇന്ന് ചിലർ പറയാറുണ്ട് ഗുരുപദേശത്തോടു കൂടിയ മന്ത്രം ജപിക്കാവൂ എന്നുള്ളത്. ഈ ഗുരുപദേശം എങ്ങനെയാണ്? നേരിട്ട് തന്നെ വേണമെന്നില്ല. നിങ്ങൾക്കൊരു മീഡിയം, അന്ന് ഉണ്ടായിരുന്നില്ല വീഡിയോ ഒന്നും. ഉണ്ടായിരുന്നെങ്കിൽ അന്നത്തെ ഗുരു ആ വീഡിയോയിലൂടെ പറഞ്ഞു കൊടുക്കും. അതും ഗുരുപദേശമായിട്ട് എടുക്കണം. ഏകലവ്യന്റെ കാര്യം നമുക്ക് എല്ലാത്തിനും ചില ഉദാഹരണങ്ങളുണ്ട് കേട്ടോ. ഏകലവ്യൻ എന്ന് പറയുന്ന ആള് ഗുരുവിനെ ഒളിച്ചെന്ന് കണ്ടിട്ടാണ് വിദ്യയെല്ലാം അഭ്യസിച്ചത്. പിന്നെ ഗുരുവിന്റെ ചില സ്വാർത്ഥ താല്പര്യം കൊണ്ട് അദ്ദേഹത്തിന് വിരൽ നഷ്ടപ്പെട്ടു കഥയൊക്കെ വേറെ. അതൊക്കെ നമുക്കറിയാം അത് തെറ്റായിരുന്നു എന്ന്. അതുപോലെ നമ്മൾ ഹൈന്ദവതയിൽ ഒരുപാട് മാറ്റങ്ങൾ വരുത്തിയിട്ടുണ്ട്. സ്ത്രീകൾക്ക് ഓങ്കാരം ജപിച്ചുകൂടാന്ന് പറഞ്ഞ കാലഘട്ടമുണ്ട്. ഇന്നും പറഞ്ഞുകൊണ്ട് നടക്കുന്ന ചിലരുണ്ട്. അതൊക്കെ നമ്മൾ പറഞ്ഞിട്ടുണ്ട്. സ്ത്രീകൾക്ക് ഓങ്കാരം സ്ത്രീകൾക്ക് ഒന്നും നിഷിദ്ധമല്ല. പക്ഷേ ചില ചിട്ടകളുണ്ടല്ലോ, ആ ചിട്ടകളിലൂടെ കടന്നു പോകണം എന്നുള്ളത് മന്ത്രത്തിനെ സംബന്ധിച്ചിടത്തോളം ആ ശക്തിയെ നിലനിർത്താൻ അത് പ്രേരകമാകും. നാളൊരു കാലത്ത്
ഒരു സിനിമാ പാട്ടിന്റെ ശൈലിയിലോട്ടോ മറ്റൊക്കെ മന്ത്രങ്ങൾ പോകുമ്പോൾ പിന്നീട് ജനങ്ങൾക്ക് ഇതിന് വിശ്വാസം കുറയും. കാര്യം എന്താണ്? ഈ മന്ത്രങ്ങൾ ജപിച്ചുകൊണ്ട് എനിക്കൊരു ഗുണം കിട്ടിയില്ല, അപ്പൊ മന്ത്രങ്ങൾക്ക് ഗുണമില്ല എന്ന് പറയും. ശരിക്കും പറഞ്ഞാൽ നമ്മുടെ സിസ്റ്റം ചിലതിനെ നമ്മൾ അപ്ഡേഷൻ ചെയ്യുമ്പോൾ ഇതിന്റെ വാല്യൂവിനെ താഴ്ത്തുന്ന തരത്തിലേക്ക് വരുന്നത്. ചായയാണ് നമ്മൾ തയ്യാറാക്കുന്നത്, അതിൽ ഇച്ചിരി വെള്ളം ചേർത്ത് കഴിഞ്ഞാലൊന്നും പെട്ടെന്ന് തിരിച്ചു. പക്ഷെ വെള്ളം മാത്രമായിട്ട് ചായ പരിണമിക്കുമ്പോൾ അതിന് കുടിക്കാനും കഴിയില്ല, ഒന്നുമില്ല. അതുപോലെ വെള്ളം ചേർപ്പ് അധികമാകരുത്, കാലത്തിന് അനുസൃതമായിട്ടുള്ള ചെറിയ അപ്ഡേഷൻസ് ഒക്കെ ആവാം, അത് നല്ലതുമാണ്, അങ്ങനെ ആവുകയും വേണം. അപ്പൊ ഇപ്പൊ പറഞ്ഞപ്പോ അവർക്ക് വ്യക്തമായിട്ടുണ്ടാവും എന്താണ് ആ ഒരു പുതിയ കാലഘട്ടത്തിന് വേണ്ടത രീതിയിലുള്ള പൊളിച്ചെഴുത്തുകൾ എന്തൊക്കെയാണെന്നുള്ളതിനെ കുറിച്ച്. അടുത്തൊരു ചോദ്യം എന്താന്ന് വെച്ച് കഴിഞ്ഞാല്, നമ്മുടെ ഈ ഒരു കാലഘട്ടത്തിൽ ദൈവവിശ്വാസികളുടെ എണ്ണം കൂടുന്നുണ്ട്, അതുപോലെ തന്നെ നിരീശ്വരവാദികളുടെ എണ്ണവും കൂടി വരുന്നുണ്ട്. എല്ലാത്തിനും ഒരു സയന്റിഫിക് പ്രൂഫ്, എന്ത് കാര്യം എടുത്തു കഴിഞ്ഞാലും സയന്റിഫിക് ആയിട്ട് ഇതിനൊരു തെളിവ് വേണം എന്ന് പറയുന്ന മനുഷ്യരുടെ ഇടയില് ദൈവത്തിന് ഇങ്ങനെ ഒരു സയന്റിഫിക് പ്രൂഫ് കൊടുക്കണം എന്നാണ് അവർ അഭിപ്രായപ്പെടുന്നത്, അല്ലെങ്കിൽ അവർ ആവശ്യപ്പെടുന്നത്. ദൈവത്തിന്റെ തെളിവ് എവിടെയാണ്, ദൈവം എവിടെയാണുള്ളത്? അപ്പോ ഇത് കറക്റ്റായിട്ട് പറഞ്ഞു കൊടുക്കാൻ പറ്റിയില്ല, അല്ലെങ്കിൽ അവർക്കത് ഗ്രഹിക്കാൻ കഴിഞ്ഞില്ല എങ്കിൽ അവര് നേരെ ദൈവം ഇല്ല എന്നൊരു കൺസെപ്റ്റിലോട്ട് പോവുകയാണ്. അപ്പൊ ഈ നിരീശ്വരവാദികളുടെ എണ്ണം കൂടുന്നതിനെ കുറിച്ച് എന്താണ് അഭിപ്രായം? നിരീശ്വരവാദികളുടെ എണ്ണം കൂടുന്നു എന്ന് പറയുമ്പോൾ അതിനെ നമുക്ക് ജനസംഖ്യയുടെ വർധനവില് വരുന്ന ഒരു കാര്യമായിട്ടേ പറയാൻ പറ്റുള്ളൂ. ഈശ്വരവിശ്വാസികളുടെ എണ്ണവും കൂടുന്നുണ്ട്, നിരീശ്വരവാദികളുടെ എണ്ണവും കൂടുന്നുണ്ട് എന്നേ പറയാൻ പറ്റും. കാര്യം ഇതൊരു ഇപ്പൊ നമ്മളെ വലിയൊരു സർവേ ഒന്നും വെച്ചിട്ടല്ല പറയുന്നത്. അപ്പൊ ഈശ്വരവിശ്വാസികൾ എന്ന് പറയുമ്പോൾ തന്നെ ഏതൊരു ഈശ്വരനെയാണ് വിശ്വസിക്കുന്നത് എന്നുള്ള കാര്യമുണ്ട്. ഇപ്പൊ ഞാൻ ഹിന്ദു മതത്തില് നിൽക്കുന്ന ഒരാള്, അല്ലെങ്കിൽ എൻ്റെ കൂടെ നിൽക്കുന്ന ഒരാളിന് ചിലപ്പോൾ മറ്റൊരു മതത്തിലെ ഈശ്വരന് അത്രത്തോളം വിശ്വാസം ഉണ്ടാവില്ല. അതിലെ വിശ്വാസം ഇല്ലാത്തവർ തന്നെ ആയിരിക്കും, കളിയാക്കും. അപ്പം മറ്റൊരു മതത്തിലെ ഈശ്വരനോടുള്ള നിരീശ്വരവാദിയാണ് ഓരോ മതത്തിലുള്ള ആൾക്കാരും. അതെ, മറ്റൊരു മതത്തിലെ ദൈവത്തിനെ കളിയാക്കാനോ അതിനെ നിന്ദിക്കാനോ ഈ മതത്തിലുള്ള ആൾക്കാർക്ക് യാതൊരു മടിയില്ല. ആ ഗണത്തിൽ നോക്കിക്കഴിഞ്ഞാൽ കാര്യം അവന്റെ വിശ്വാസങ്ങളും അവന്റെ ദൈവമാണ് വലുത്. മറ്റൊരു ഗോത്രത്തിലോ മറ്റൊരു നാട്ടിലോ ഉള്ള ദൈവത്തില് യാതൊരു വിശ്വാസമില്ല. അപ്പോൾ ഒരു തരത്തിൽ പറഞ്ഞാൽ ഓരോരുത്തരിലും ദൈവിക വിശ്വാസി എന്ന് പറയുന്ന ഒരു തലമുണ്ട്, നിരീശ്വരവാദി എന്ന് പറയുന്ന ഒരു തലമുണ്ട്. ഒരു വിശ്വാസത്തെ അവൻ ഹനിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇതേപോലെ ഒരു ദൈവത്തിലും വിശ്വസിക്കാത്ത ഒരു വിഭാഗമുണ്ട് നിരീശ്വരവാദികൾ, ഈശ്വരനില്ല എന്ന് പറയുന്നത്. യുക്തിവാദികളാണെങ്കിൽ തെളിവുകളുടെ അടിസ്ഥാനത്തിൽ കാണുന്ന നിരീശ്വരവാദിയും യുക്തിവാദിയും ഒന്നൊന്നല്ല, നമുക്കത് വേറൊരു വിഷയമാണ്, അത് എന്തൊക്കെയാണെന്ന് വേറെ പറയാം. അപ്പൊ യുക്തി കൊണ്ട് കാണാം. ഇപ്പൊ ദൈവമുണ്ടെന്ന് ഒരു തെളിവ് കൊടുത്തു കഴിഞ്ഞാൽ യുക്തിവാദിയാണെങ്കിൽ നമ്മൾ തെളിവ് കൊടുത്താൽ മതി, അവൻ വിശ്വസിച്ചോളും. യുക്തി ഉണ്ടോ അവൻ വിശ്വസിക്കും. നിരീശ്വരവാദി അങ്ങനെയല്ല, അവൻ ഈ ഈശ്വരന് ഇല്ല എന്നുള്ള ഒരു കാര്യത്തിൽ ഇരിക്കുകയാണ്. കാര്യം അവന് ഒരിക്കലും അതിനെ അംഗീകരിക്കാൻ പറ്റില്ല. ഈശ്വരനൊന്നും അല്ല ഈ പ്രപഞ്ചത്തെ സൃഷ്ടിച്ചതെന്നൊക്കെ പറഞ്ഞ് അവൻ തെളിവുകളെ ഒരുപാട് കൊണ്ടുവന്നുകൊണ്ടിരിക്കും. അപ്പോൾ ഈശ്വരവിശ്വാസിയും യുക്തിവാദിയും ഇനി പല പല വാദികളുണ്ട് ഇതുമായിട്ട് ബന്ധപ്പെട്ട്. അതൊക്കെ നമുക്ക് വേറൊരു എപ്പിസോഡിൽ നമുക്ക് കൃത്യമായ രീതിയിൽ ചർച്ച ചെയ്യാം. പക്ഷെ ഒന്ന് മനസ്സിലാക്കേണ്ട, നിരീശ്വരവാദികളെ ഏറ്റവും കൂടുതൽ ഉണ്ടാവാൻ സാധ്യതയുള്ളത് ഹൈന്ദവ മതത്തിൽ നിന്നായിരിക്കും. ഹൈന്ദവ മതത്തിൽ ഒരു വളരെ സ്വാതന്ത്ര്യമുണ്ട്, എന്ത് പറയാനും എങ്ങനെയായാലും അതിനെ ഉൾക്കൊള്ളാൻ. നമ്മുടെ ദൈവങ്ങളെ കുറിച്ച് പറഞ്ഞാലും ചിരിക്കാനുള്ളൊരു കഴിവ് നമുക്കുണ്ട്, ആക്ഷേപിച്ചാലേ എല്ലാം നമുക്ക്. പക്ഷെ മറ്റ് സെമിറ്റിക് മതങ്ങളിലൊക്കെ എന്ത് പറ്റുമെന്ന് അറിയാമോ? അവർക്കൊരു ചിട്ടയുണ്ട്. അവരുടെ മതത്തിലെ ആൾക്കാരെ അതിലേക്ക് പിടിച്ചടിപ്പിക്കാനും അതിലേക്ക് മുഴുക്കി നിർത്താനും അവർക്കൊരു കെൽപ്പുണ്ട്. അപ്പോൾ ഹൈന്ദവതയിൽ നിന്ന് ഇപ്പോഴത്തെ യുക്തിവാദ പ്രേരണകളൊക്കെ കൊണ്ട് അല്ലെങ്കിൽ നിരീശ്വരവാദങ്ങളെ കൊണ്ട് കുറേ പേര് ഇതിൽ നിന്ന് പുറത്തേക്ക് പോകും. പക്ഷെ ഇതിൻ്റെ ഈ നിരീശ്വരവാദം യുക്തിവാദം ഒക്കെ പറയുന്ന ആൾക്കാരുടെ ഒരു ആകർഷണത്തിലാണ് ഇപ്പം തൽക്കാലം ഇവർ പെടുക എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. കാര്യം അവർ പറയുന്നത് വളരെ ആകർഷകത്വമാണ്. നിങ്ങൾ എന്തിനിത് വിശ്വസിക്കുന്നത്, ഈ നൂറ്റാണ്ടിൽ നിങ്ങളിത് വിശ്വസിക്കാൻ പാടുണ്ടോ എന്നൊക്കെ ചോദിച്ച് ഇവരെ അവർ വിശ്വസിക്കുന്ന പ്രധാനമായിട്ട് ഹൈന്ദവതയിൽ നിന്നാണ് പുറത്തേക്ക് പോകുന്നതെന്ന് ഒരു സംശയം വേണ്ട. ഏറ്റവും കൂടുതൽ പേര് പുറത്തേക്ക് പോകുന്നത് ഇതിൽ നിന്നാണ്. ഈ പുറത്തേക്ക് പോകുന്ന ആൾക്കാരും മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്താ പറഞ്ഞാൽ, എങ്ങനെയാണോ മറ്റൊരു മതത്തിലുള്ള മതം മാറ്റം കൺവെർട്ട് ചെയ്യിക്കാൻ വേണ്ടി ഒരാൾ ഒരു വിഷയത്തെ പറഞ്ഞ് എൻ്റെ മതമാണ് വലുതെന്ന് പറഞ്ഞ് നിങ്ങളെ അങ്ങോട്ട് കൂട്ടിക്കൊണ്ടു പോകും പോലെ തന്നെയാണ് ഒരു യുക്തിവാദി ദൈവമില്ല എന്ന് പറയുന്ന വഴിയിലേക്ക് കൂട്ടിക്കൊണ്ടുപോകണം. അത് ഒരു മതത്തിൽ നിൽക്കുന്ന ഒരാളെ എന്തൊക്കെയൊക്കെ എൻ്റെ മതത്തിൽ കൂടുതൽ പവർ ഉണ്ട്, നിന്റെ മതത്തിൽ അതൊന്നും ഇല്ല എന്ന് പറഞ്ഞ് കൂട്ടിക്കൊണ്ടുപോകും പോലെയാണ്. കാര്യം എന്ന് പറഞ്ഞാൽ ഈ നിൽക്കുന്ന ആളിന് നമ്മളെ മതം മാറ്റാൻ
നിൽക്കുന്ന ഒരു വ്യക്തി ഉണ്ടാകും. അത് യുക്തിവാദിയാവട്ടെ അല്ലാത്തൊരാളാവട്ടെ, അയാൾ വളരെ പോസിറ്റീവായിരിക്കും. അയാൾക്ക് കാര്യങ്ങളെക്കുറിച്ച് വിശദമായിട്ട് നിങ്ങളടുത്ത് പറഞ്ഞു തരാൻ പറ്റും. അങ്ങനെ നിങ്ങൾ അതിൽ ആകൃഷ്ടനായി ഒരു മതത്തിലേക്കോ അല്ലെങ്കിൽ യുക്തിവാദത്തിലേക്കോ പോയി കഴിഞ്ഞതിന് ശേഷം എന്താണ് സംഭവിക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഈ പറഞ്ഞ വ്യക്തിയുടെ അത്ര മാനസികമായ പവറൊന്നും ചിലപ്പോൾ നിങ്ങൾക്കുണ്ടാവില്ല, ചിലപ്പോൾ നിങ്ങൾക്കുണ്ടായേക്കാം. എന്നാൽ നിങ്ങളുടെ അടുത്ത തലമുറയ്ക്ക് ഇത്രത്തോളം ഒന്നും ഉണ്ടാവില്ല. അപ്പോൾ എന്ത് പറ്റും, അവർക്ക് ഈ മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം ഒരു താങ്ങ് തേടിക്കൊണ്ട് ഒരു പ്രശ്നം വരുമ്പോൾ ആരെങ്കിലും എന്നെ ഒന്ന് സഹായിച്ചെങ്കിൽ എന്ന് അവൻ ചിന്തിച്ചുകൊണ്ടിരിക്കും എവിടെന്നെങ്കിലും. അപ്പൊ അവന് ആരും സഹായിക്കെങ്കിൽ പ്രകൃതിയിൽ നിന്ന് അദൃശ്യമായ എന്തെങ്കിലും വന്ന് എന്നെ സഹായിച്ചിരുന്നെങ്കിൽ എന്ന് അവൻ ചിന്തിക്കും. കാര്യം കടം കയറി നിൽക്കുന്ന ഒരാൾക്ക് ഒരു ലോട്ടറി അടിക്കുന്നതിനെ കുറിച്ച്, അവന് ലോട്ടറി അടിക്കാൻ സാധ്യതയില്ല, ലക്ഷക്കണക്കിന് പേരിൽ ഒരാൾക്കാണ് ലോട്ടറി അടിക്കണമെങ്കിൽ തനിക്കിത് അടിക്കുമെന്ന്, താൻ ഇതിലൂടെ രക്ഷപ്പെടുമെന്ന് അവൻ എപ്പോഴും കരുതിക്കൊണ്ടിരിക്കും. അവന് ആ വിശ്വാസം ഉണ്ടെങ്കിൽ മാത്രമേ അവന് അടുത്ത ദിവസം അടുത്ത സ്റ്റെപ്പിലേക്ക് പോകാൻ പറ്റുള്ളൂ. എവിടെന്നെങ്കിലും തനിക്ക് ധനം കളഞ്ഞു കിട്ടുമെന്ന് അവൻ കരുതും. ഇങ്ങനെയൊക്കെ കരുതി അത് റിയല് അല്ലെങ്കിൽ പോലും അവനൊരു ആശ്വാസം കണ്ടെത്താൻ ശ്രമിച്ചുകൊണ്ടിരിക്കും. അപ്പൊ ഈ ഈശ്വര വിശ്വാസം എന്ന് പറയുന്ന ഒരു തണലാണ്. തൽക്കാലം തൻ്റെ പ്രാർത്ഥനകളെല്ലാം കേൾക്കാൻ ഈ പ്രപഞ്ചത്തില് ഒരാളുണ്ടെന്നും ആ ആള് തൻ്റെ പ്രശ്നങ്ങളെ മാറ്റിത്തരുമെന്ന് പറഞ്ഞ് അവൻ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഈ മതം വിട്ട് പുറത്തേക്ക് പോയ ആളിന് ചിലപ്പം കരുത്തുണ്ടാവും, ചിലപ്പോൾ അയാള് ഈശ്വരനില്ല എന്നൊക്കെ പറഞ്ഞ് മുന്നോട്ട് പോയേക്കാം. പക്ഷെ അയാള് വീണ്ടും അയാളുടെ തലമുറകളിലേക്ക് വരുന്നവർക്ക് ചിലപ്പോൾ ഈ കരുത്തുണ്ടാവില്ല. അപ്പൊ അവർക്ക് ഏതെങ്കിലും തണൽ വേണമെന്ന് പറഞ്ഞ് അവർ ഹൈന്ദവതയിലേക്കൊന്നും വരില്ല, പകരം ശക്തമായ ചട്ടക്കൂടുകളുള്ള ഇതര മതങ്ങളിലേക്ക് ആകർഷിക്കപ്പെട്ട് അവര് നാളെ ആ തണൽ തേടി മറ്റു മതങ്ങളിലേക്ക് പോകും. അതിന് യാതൊരു സംശയം വേണ്ട. കാര്യം ശക്തമായ മതത്തിന്റെ ബലം, ചിട്ടകളുടെ ബലമുള്ള മതങ്ങൾ ഇവിടെയുണ്ട്. അപ്പോൾ ഈ നിരീശ്വരവാദികൾ കൊണ്ടുപോകുന്ന പലരും നമ്മൾ കണ്ടിട്ട് കുറെ കാലം നിരീശ്വരവാദിയായിട്ട് നടന്നു, ഇപ്പം ഭയങ്കര ഭക്തന, ജപമാലയൊക്കെ ഇട്ട് നടക്കുന്നുണ്ട് എന്ന് പറയുന്നത് നമ്മൾ ഒരുപാട് കേട്ടിട്ടുണ്ട്. പല എന്താ പറയുക, നിരീശ്വര ഭവനം എന്നൊക്കെ എഴുതിയിട്ട് ഈശ്വര ഭവനം ആകുന്ന ചില കഥകളൊക്കെ നമ്മൾ അല്ലെങ്കിൽ ചില സിനിമകളിലൊക്കെ അതിൽ കാണാറുണ്ട്. ഇത് കറക്റ്റാണ്. അപ്പോ ഈ ഹൈന്ദവതയിൽ നിന്ന് ഇത്രത്തോളം പോകുന്നത് ഹൈന്ദവതയുടെ ചട്ടക്കൂട് വളരെ ദുർബലമായതുകൊണ്ടും വളരെയധികം പ്രഷറൊന്നും അവരിലോട്ട് ഇല്ലാത്തത് കൊണ്ടുമാണ്. ഏറ്റവും സ്വാതന്ത്ര്യം അനുഭവിക്കുന്ന എന്ന് പറഞ്ഞാല് യഥാർത്ഥത്തിലൊരു മതം നിലകൊള്ളേണ്ടത് ഹൈന്ദവതയെ പോലെയാണെന്നാണ് ഞാൻ പറയുന്നത്. എന്ത് സ്വാതന്ത്ര്യമാണ്, എന്ത് സ്വാതന്ത്ര്യമാണ് ഇത്! ഇവിടെ ഇപ്പൊ നമ്മളൊരു മതവിശ്വാസിയോ അല്ലെങ്കിൽ ഈശ്വര വിശ്വാസിയോ ഒന്നും ആവേണ്ട ഒരു ഹൈന്ദവതയിൽ നിലകൊള്ളാൻ ഇത്രയും സ്വാതന്ത്ര്യം അനുഭവിക്കാൻ വേറൊന്നിലും പറ്റില്ല. ഒരു കാര്യമില്ല. ഇവിടെ നിൽക്കുന്ന ഒരാളിന് ഈശ്വരനെ വിളിക്കാതിരിക്കാം. അപ്പോ അങ്ങനെയുള്ളൊരു തലത്തിൽ നിൽക്കുന്ന ആള് ഇവിടെ നമ്മൾ പക്ഷെ ഒരു കാര്യം, ഒന്നിനും നിബന്ധനകളോ ഈ ആളെ പിടിച്ച് എന്താ പറയണ്ടത്, നമ്മളെ ഒരു ദിവസം ഒരു അമ്പലത്തിൽ പോയില്ല എന്ന് പറഞ്ഞിട്ട് ഒരാളെ പിടിച്ചിട്ട് ശിക്ഷിക്കാനോ ഒന്നും ഹൈന്ദവതയിലില്ല. അതുകൊണ്ട് തന്നെ ഈ തണല് തേടുന്നവര്, അതായത് ഒരു പ്രശ്നത്തിൽ വലയുന്ന ഒരാളിന് തന്നെ ആരെങ്കിലും പിടിച്ചു നിർത്തണം. ആ സമയത്ത് ശക്തമായി നീ ഇന്ന ദിവസം പ്രാർത്ഥിച്ചോ എന്നൊക്കെ ചോദിക്കാൻ ആളുണ്ടാവണം. അയാൾക്ക് ഇൻസ്ട്രക്ഷൻസ് വേണം. അപ്പം ആദ്യം നിരീശ്വരവാദത്തിന്റെ ചട്ടക്കൂടിലേക്ക് ചാടിയിട്ട് മറ്റൊരു മതത്തിന്റെ കടുത്തതായ സ്ട്രിക്റ്റ് ആയിട്ടുള്ളൊരു മതത്തിലേക്ക് അവർ ചെന്നുചേടും. ശരിക്കും പറഞ്ഞാൽ നിരീശ്വരവാദികളെയൊക്കെ സൃഷ്ടിക്കുന്നത് തന്നെ മറ്റ് ചില മതലോപികളാണെന്ന് എനിക്ക് തോന്നാറുണ്ട്. കാര്യം ഇന്നല്ലെങ്കിൽ നാളെ ഇവരെ ഡയറക്റ്റ് ആയിട്ട് ഇവരെ ആകർഷിപ്പിച്ച് പിടിച്ചു കഴിഞ്ഞാൽ അത് ചില പ്രശ്നങ്ങൾക്ക് കാരണം സമുദായം. പക്ഷെ ഇവരൊരു പാലമാവുന്നുണ്ട്. ഈ പാലത്തിൽ നിന്ന് പതിയെ കുറച്ചുപേര് വീണ്ടും നിരീശ്വരവാദികളായിട്ട് പോകും. അവർക്ക് മനസ്സിന്റെ കരുത്തുണ്ട്. പ്രശ്നങ്ങൾ വന്നാൽ അവരുടെ പോസിറ്റീവ് കൊണ്ട് അവർ ചിന്തിക്കും, ഇത് പ്രപഞ്ചത്തിൽ എന്നല്ല, മനുഷ്യരാണ് സൃഷ്ടിക്കുന്നത്. ഇത് എല്ലാവർക്കും പറ്റുന്നത് ഈ ജീനുകളിൽ കിടപ്പുണ്ട്. ഈ നമ്മൾ കള്ളത്തരം ചെയ്യുന്നവരുടെ ഒരു ജീനാണ് ഒരാൾക്ക് വന്നുകൊണ്ടിരിക്കണമെങ്കിൽ അയാൾക്ക് കള്ളം ചെയ്യാനുള്ള ടെൻഡൻസി ഉണ്ടാവുമെന്ന് നമ്മൾ കേട്ടിട്ടുണ്ട്. സംഗീതം, പാട്ടുപാടാൻ കഴിവുള്ള ഒരാളുടെ ഇതിലാണുള്ളതെങ്കിൽ പാട്ടുപാടാനുള്ള കഴിവുണ്ട്. ഈശ്വര വിശ്വാസത്തിലൂടെയാണ് ഒരു കടന്നു വന്ന ഒരാൾക്ക്, അതായത് ആശ്രയത്വത്തിലൂടെ കൂടി കടന്നു വന്ന ഒരാൾക്കാണെങ്കിൽ വീണ്ടും ഈ ആശ്രയത്വം വേണം. അവർക്കൊരു പ്രതിസന്ധി വരുമ്പോൾ, അവർ പ്രശ്നങ്ങളിൽ മുഴുകുമ്പോൾ അവർക്ക് ആരുമില്ല എന്നൊരു തോന്നലാണ്. ദൈവമില്ലാത്തൊരവസ്ഥയിലേക്ക് പോകുന്ന ഒരാൾ അഭിമുഖീകരിക്കേണ്ട ഏറ്റവും ഭീകരമായ ഒരവസ്ഥ. രാത്രി ഒരു അസുഖമായിട്ട് തിരിഞ്ഞും പിരിഞ്ഞും കിടക്കുമ്പോൾ ദൈവമേ അങ്ങനെ കാത്തോളണേ എന്ന് പറഞ്ഞിട്ട് ആ കിടന്നുറങ്ങാൻ കിട്ടുന്ന ഒരു സാന്ത്വനവും ഒന്നും അവന് കിട്ടാതെ പോകും. ആര് വന്നിരിക്കുക നിരീശ്വരവാദം പറഞ്ഞ് ആരും വന്ന് സാന്ത്വനിക്കുക, നീ ആണെങ്കിൽ ഞാനത് അയച്ചോ അല്ലെങ്കിൽ ഗുളികാരി തിന്ന്
എന്ന് പറയുന്നത് പോരെ അവിടെ എപ്പോഴും ആ മനുഷ്യന് ഒരു തലോടൽ വേണം. അത് പ്രപഞ്ചത്തിന്റെ ഏതോ കോണിൽ നിന്ന് അവൻ പ്രതീക്ഷിക്കുന്നുണ്ട്. ഈ മനുഷ്യന്റെ ജീവിതം അങ്ങനെയാണ്. അപ്പൊ ഈശ്വര വിശ്വാസം അവന്റെ സ്വസ്ഥവും സമാധാനവുമായ മേഖലയിൽ അത് ആവശ്യമായിട്ടുള്ള ഘടകമാണ്. അവൻ എല്ലാ വ്രതങ്ങളെടുത്ത് ആചരിച്ചു പോകണമെന്നല്ല, ഈശ്വര വിശ്വാസം വേണം. അവൻ എങ്ങനെയാ അത് ചിന്തിക്കട്ടെ. പക്ഷെ ഈശ്വര വിശ്വാസം ഇല്ലാത്തവൻ ഒരു തരം ചാറ് പറ്റിയ കരിമ്പ് പോലെ ആയിപ്പോവും ഒരു കാലഘട്ടം കഴിഞ്ഞാൽ. ഈ കരുത്തുള്ള മനസ്സുള്ള 1-2 പേര് ഇതിനെ അതിജീവിച്ച് മുന്നോട്ട് പോകുമെങ്കിലും എല്ലാവർക്കും ഇതിന് കഴിഞ്ഞു എന്ന് വരില്ല. അപ്പോൾ അങ്ങനെ പോകുന്നവരുടെ ജീവിതം ആദ്യം തകരാറിലാവും. പിന്നെ ആരെങ്കിലും പറയും നീ ഇങ്ങനെ നടന്നിട്ടാണ് നിനക്ക് ഇങ്ങനെയൊക്കെ പറ്റിയത്, നീ വാ എൻ്റെ മുഖത്തിലോട്ട് വാ, ഞാൻ 5-6 ദിവസം എടുത്ത് കൊണ്ട് നിർത്താം. പതിയെ ചെല്ലുമെന്ന് നമ്മൾ എത്രയോ നിരീശ്വരവാദികൾ അല്ലെങ്കിൽ അങ്ങനെയുള്ള ആൾക്കാരെ കണ്ടിട്ടുണ്ട്. പിന്നീട് അവര് മറ്റു പല മതങ്ങളിലും പോയി പ്രാർത്ഥനകളിലും ചില പാർട്ടികളിൽ ഉണ്ടാവുന്ന ഇത് നിരീശ്വരവാദത്തിൽ ഞാൻ പറഞ്ഞില്ലേ, ഇത് അളവ് കൂടുന്നത് നിരീശ്വരവാദ ക്യാമ്പയിനൊക്കെ അവർക്ക് ഫണ്ട് പലയിടത്തുനിന്ന് കൊടുക്കുന്നുണ്ട്. അത് നമ്മൾ മനസ്സിലാക്കേണ്ടത് ഫണ്ട് കൊടുക്കുന്നതും ചില മത സംഘടനകൾ തന്നെയാണ്. ഞാൻ പറഞ്ഞത് നന്നായിട്ട് നമുക്കിത് തെളിവ് കൊണ്ടുപോകാന്നൊക്കെ പറഞ്ഞ് ഈ നിരീശ്വരവാദ സംഘടനകളൊക്കെ വന്നു കഴിഞ്ഞാൽ നമുക്ക് ഈ മതസംഘടനകൾ വർക്ക് ചെയ്യുന്നതിന്റെ രീതി അവര് വളരെ നമുക്കറിയാം തീവ്രവാദങ്ങൾ പടർത്തുന്ന മതങ്ങളുണ്ട്, അല്ലാതെ മനുഷ്യരെ പലതരത്തിലുള്ള അതായത് ഇമോഷണലി ബ്ലാക്ക്മെയിൽ ചെയ്യുന്ന മതങ്ങളുണ്ട്. ഇങ്ങനെ പലതരത്തിൽ അവരുടെ മതങ്ങളിലേക്ക് ആളെ കൂട്ടാൻ വേണ്ടിയിട്ട് പല രീതിയിൽ നമുക്ക് ഒരു ഇൻവെസ്റ്റിഗേഷൻ വെച്ചാലൊന്നും പെട്ടെന്നൊന്നും അത് കണ്ടെത്താൻ പറ്റില്ല. അതിൻ്റെയൊക്കെ കണ്ണികൾ ഇങ്ങേറ്റത്തുള്ള ചെറിയ ചെറിയ നാമ്പുകളൊക്കെ ആയിരിക്കും. അതിൽ പിടിച്ചാലൊന്നും നമുക്ക് യഥാർത്ഥ കാര്യങ്ങളെ പിടികിട്ടാൻ പറ്റില്ല. അപ്പൊ ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം, നിരീശ്വരവാദം ഒരു ഘട്ടം വരെ താഴ്ച വളരും, വീണ്ടും ഒരു കുത്തൊഴുക്കോട് കൂടി കുറെ കഴിയുമ്പോൾ അവര് ഇതിൽ കുറെ പേര് ഈശ്വര വിശ്വാസത്തിലേക്ക് വീണ്ടും പുതിയ നിരീശ്വരവാദികൾ വരും, വീണ്ടും ഈശ്വര വിശ്വാസികളുണ്ടാവും. ഇതിങ്ങനെ നടന്നുകൊണ്ടിരിക്കും. അല്ലാതെ നാളൊരു കാലത്ത് ഈശ്വര വിശ്വാസികളെല്ലാം പോയിട്ട് നിരീശ്വരവാദികൾ കൊണ്ട് യുക്തികൾ കൊണ്ട് ഇവിടെ നിറഞ്ഞു പോകുന്നൊന്നും ആരും കരുതണ്ട. കാര്യം യുക്തിയുടെ അളവ് പോലെ വേറെ, വിശ്വാസത്തിന്റെ അളവ് പോലെ വേറെ. ഭക്തിയാണ് വിശ്വാസത്തിന്റെ അളവ് പോലെ, യുക്തിയുടെ അളവ് പോലെ ശാസ്ത്രവും. ഇത് രണ്ട് തമ്മിൽ തുലനം ചെയ്യാൻ പറ്റില്ല. ഈശ്വരനെ കണ്ടിട്ടുണ്ടോ എന്ന് ചോദിച്ചാൽ ഈശ്വര വിശ്വാസിക്ക് കണ്ടിട്ടുണ്ടെന്ന് പറയാതെ അല്ലാതെ തെളിവ് കൊടുക്കാൻ പറ്റില്ല. ആദ്യം ചോദിച്ചില്ല തെളിവ് വേണമെന്ന്. ഇപ്പൊ നമ്മൾ കണ്ടിട്ടില്ലേ, പണ്ട് പട്ടാളത്തുകാർക്ക് അതിർത്തി രാജ്യത്ത് പോയി മറ്റ് ആൾക്കാരായിട്ട് ഏറ്റുമുട്ടിയാൽ മതി. ഇന്നങ്ങനെ പറ്റില്ല. എവിടെ തെളിവ്? നിങ്ങൾ അവിടെ നടത്തിയ സ്ട്രൈക്കിന്റെ വീഡിയോ തരും, ഇല്ലെങ്കിൽ പറയും രാഷ്ട്രീയപരമായിട്ടുള്ള മുതലെടുപ്പിന് വേണ്ടി പട്ടാളത്തുകാരെ ഉപയോഗിച്ചു എന്ന് പറയും. അതുപോലെ ഇന്ന് എല്ലാത്തിനും തെളിവ് ചോദിച്ച് തെളിവ് വെച്ച് നമ്മൾ ഇനി അതിനെ കടന്നു പറയേണ്ട ചില കാര്യങ്ങളിൽ പോലും ഇവർ തെളിവ് ചോദിക്കുന്ന ഒരു ഘട്ടത്തിലേക്ക് വരും. അപ്പൊ നിരീശ്വരവാദികൾ ഒരിക്കലും ഈശ്വരവാദികൾക്ക് ഒരു തരത്തിലുള്ള എന്താ പറയണ്ടേ പ്രശ്നങ്ങളും സൃഷ്ടിക്കുന്നില്ല. അവരെ അങ്ങ് ഉണ്ടായിക്കൊണ്ടിരിക്കുക, എപ്പോഴും ഒരു എതിരഭിപ്രായം ഉണ്ടായിക്കൊണ്ടിരിക്കുന്നതാണ്. പക്ഷേ ഇതിലെ ഹൈന്ദവ വിശ്വാസികളെ ഒളിച്ചു കടത്തുന്നതിന് വേണ്ടിയിട്ട് നിരീശ്വരവാദം മാറുന്നതിന് ഒരുപാട് തെളിവുകൾ നമ്മുടെ മുന്നിലുണ്ട്. അതും ഈ കൂട്ടത്തിൽ പറഞ്ഞു വയ്ക്കാമെന്ന് തോന്നുന്നു. അപ്പൊ ഈ വീഡിയോയ്ക്ക് വളരെ ദൈർഘ്യം കൂടിപ്പോകുന്നത് നമുക്ക് ഇത്തരം കുറെ ചോദ്യങ്ങൾ എനിക്ക് തോന്നുന്നു ലക്ഷ്മിയുടെ പെൻഡിങ് ആയിട്ട് നിൽപ്പുണ്ട്. നമുക്ക് അടുത്തൊരു വീഡിയോയിൽ അതിനെക്കുറിച്ച് കൂടുതലായിട്ട് ചർച്ച ചെയ്യാം. മാത്രമല്ല ഈ വീഡിയോയിൽ കേട്ടുകൊണ്ടിരിക്കുന്ന പലർക്കും പലതരത്തിലുള്ള സംശയങ്ങൾ തോന്നും. ഈ പോഡ്കാസ്റ്റ് കേട്ട് കഴിഞ്ഞപ്പോൾ കുറെ കാര്യങ്ങൾ നിങ്ങൾക്ക് പറയാനുള്ളത് തീർച്ചയായിട്ടും ഇതിന്റെ കമന്റ് ബോക്സിൽ നിങ്ങൾ അത് രേഖപ്പെടുത്തണം. നിങ്ങളുടെ അനുഭവങ്ങളായിരിക്കും അത്. മറ്റുള്ളവർ ഇത് കേട്ട് കഴിഞ്ഞവർക്ക് പറയാൻ, നിങ്ങൾക്കും പറഞ്ഞു കൊടുക്കാനുള്ള കാര്യങ്ങൾ തീർച്ചയായിട്ടും ഇതിന്റെ കീഴേ ഉണ്ടാവണം. അപ്പൊ അതിനി നമുക്ക് അടുത്തൊരു പോഡ്കാസ്റ്റിൽ നമുക്ക് കണ്ടിന്യൂ ചെയ്യാം. അപ്പോൾ ഈ ഒരു വീഡിയോ നമുക്ക് ഇവിടെ വൈൻഡപ്പ് ചെയ്യാം. അടുത്ത പോഡ്കാസ്റ്റിലൂടെ കാണുന്നത് വരെ നിങ്ങളുടെ സ്വന്തം RJ ലക്ഷ്മി, RJ ഹരിചന്ദ്രമഠം. നമസ്കാരം. നമസ്തേ.